ഗൈസ് കുബേര കണ്ടു വന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയിൽ കാണാൻ പോയ പടം. കാരണങ്ങൾ ഒരുപാടാണ്. ശേഖർ കമൂല എന്നൊരു ഡയറക്ടർ, ഏകദേശം 6ഓളം സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയൊരു ഡയറക്ടർ. ഗോദാവരി, ആനന്ദ്, ഹാപ്പി ഡേയ്സ്, ഫിദ, ലവ് സ്റ്റോറി, അങ്ങനെ നീളുന്ന ഒരുപാട് പടങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഫിലിം ഫെയർ അവാർഡ്, അങ്ങനത്തെ അവാർഡുകൾ വേറെ 6 സ്റ്റേറ്റ് അവാർഡ്. ഒപ്പം തന്നെ നമ്മുടെ ധനുഷ്, നമ്മുടെ അഴകൻ, തമിഴ് നടിപ്പൻ ആള്. അതുപോലെ തന്നെ നാഗാർജുൻ, പറയാനില്ല, ഒരു കാലത്ത് നമ്മുടെ ഹരം, രശ്മിക മന്ദാന, ഈ 3 പേരും പിന്നെ ജിൻസർ എന്ന വില്ലനും കൂടി ചേരുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തായിരിക്കും? അങ്ങേയറ്റം തന്നെയായിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പടം കാണാൻ പോയത് ഈ ടീം. പക്ഷെ ഇതിൻ്റെ ട്രെയിലർ കണ്ട വശം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. കുബേര എന്നുള്ള പേരിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ പടം ആ ട്രാക്കിലൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ട്രെയിലർ റിയാക്ഷനൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ കണക്റ്റഡ് ആണ്, പക്ഷെ വേറൊന്നും കണക്റ്റഡ് അല്ല. ഒരു വലിയൊരു മിഷൻ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് പിച്ചക്കാരെ ടാർഗറ്റ് ചെയ്യാണ്. അവർക്ക് ചോദിക്കാനും പറയാനും ആളുകളൊന്നും ഇല്ലല്ലോ. അപ്പം അതിലൂടെ പോകുന്നൊരു സംഭവം, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു കഥ. അതിൽ കൊണ്ടുവരുന്ന ഒരാളാണ് നമ്മുടെ നാഗാർജുന. അത് വലിയൊരു ഡെസിഗ്നേഷൻ ഉറക്കുന്ന ഒരാളാണ്. ആളെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലാണ്. അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, അയാളെ കൊണ്ടുവരുന്നു. അവിടെ നിന്ന് പടം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. ഇൻട്രോയിൽ വരെ വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നല്ല രീതിയിൽ പടം എനിക്ക് വർക്കൗട്ടായി. ഇൻട്രോയിൽ അതിൽ കുറേ BGM ആയാലും, പടത്തിൻ്റെ മുംബൈ ആണ് കൂടുതൽ കാണിക്കുന്നത് പടം. അതുപോലെ തിരുപ്പതി കാണിക്കുന്നുണ്ട്. അതിനൊക്കെ എല്ലാം ഭയങ്കര രസമായിട്ട്, ഭയങ്കര അണ്ടർഗ്രൗണ്ടഡായിട്ട് ധനുഷ് ഈ പടം ചെയ്തിട്ടുണ്ട്. അതിൽ അവളുടെ ജീവിത സാഹചര്യങ്ങളോടൊന്നും ബന്ധപ്പെടാത്ത രീതിയിലുള്ള റോളുകളൊക്കെ, അത്ര വിക്രമൊക്കെ ഒരുപാട് പടങ്ങളിൽ ചെയ്തിട്ടുള്ള പോലെ റോളുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ റോളുകൾ ചെയ്യാൻ ധനുഷ് വേറെ ലെവലാണ്. നമുക്കറിയാം ആടുകളം പോലത്തെ മൂവീസിലൊക്കെ ആ ലെവലിൽ ആൾ ചെയ്യുന്നുണ്ട്. അവർ രശ്മി മന്ദാനി അതെ. അതിൽ പെർഫോമൻസുകളൊന്നും ആരും മോശം പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു പിച്ചക്കാരനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിച്ചക്കാരുടെ അവസ്ഥ, പിച്ച തിണ്ടുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അത് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത്യാവശ്യം നമ്മുടെ കയ്യിന് വയ്യ കാലിന് വയ്യാത്ത ആളുകൾക്ക് പിച്ച തിണ്ടുന്ന പോലെ അല്ലല്ലോ മറ്റുള്ള ആളുകൾക്ക് പിച്ച തിണ്ടുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന 2 സീനുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് തീരെ വർക്കൗട്ടായിട്ടില്ല. പിന്നെ എന്താ പറയുക, ഒരു രീതിയിൽ കണക്റ്റ് ആവാത്ത ഒരുപാട് ഭാഗങ്ങൾ ഇൻ്റർവെല്ലിന് ശേഷം പോകുന്നുണ്ട്. ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിൽ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലാവും. ഇതിൽ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റബിൾ ആവും. പിന്നെ കുറേ പാസം കൊണ്ടുവന്നിട്ടുണ്ട്. അതായിട്ട് ഒരു ടീം വരുന്നുണ്ട്. ആ ടീമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പാസം വരുന്നുണ്ട്. പിന്നെ ഭിക്ഷക്കാരെ ദയിപ്പിക്കുന്ന രീതിയിൽ, അവർ നല്ല രീതിയിൽ അവരെ നല്ല അടുത്ത ജന്മത്തിൽ അവർ വേറെ രീതിയിൽ ജനിക്കുള്ളൂ, പിച്ചക്കാരായിട്ട് ജനിക്കാതിരിക്കണം, കുറേ സാധനങ്ങളൊക്കെ വന്നിട്ട് അതിനൊക്കെ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. മൊത്തത്തിൽ ഇൻ്റർവെല്ലിന് ശേഷം ഭയങ്കരമായിട്ട് പടം ലാഗായി. പ്രത്യേകിച്ച് 3 മണിക്കൂർ, ഒരു 2 മണിക്കൂറിൽ തീരാവുന്ന കണ്ടന്റ് ഈ ഫിലിമിലുള്ളത് 3 മണിക്കൂറായിട്ട് വലിച്ചെത്തിച്ചു. പക്ഷേ ഇതിൽ ഇടയ്ക്ക് ഒരുപാട് നല്ല നല്ല സീനുകൾ വന്നു പോകുന്നുണ്ട്, നല്ല നല്ല ഫ്രെയിമുകൾ വന്നു പോകുന്നുണ്ട്, കുറേ ഇമോഷൻ സീനുകൾ വന്നു പോകുന്നുണ്ട്. ഒരു പെർഫോമൻസ് നമുക്ക് ധനുഷിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രശ്മിക മന്ദാനും ധനുഷും വരുന്ന സീനുകളിൽ കുറേ സീനുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കുറേ സീനുകൾ കുറച്ച് വെറുപ്പിക്കലൊക്കെ ഉണ്ട്. ഇത് കുറേ കണ്ടുമുട്ടുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ റിയാലിറ്റി ഇതൊന്നും നോക്കി പോകേണ്ട സിനിമയാണ്, എന്നാലും അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി കുറേ സീനുകളൊക്കെ ഉണ്ട്. പിന്നെ വില്ലൻ ഒരു വലിയൊരു സംഭവമാണ്. ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോർപ്പറേറ്റ് വില്ലൻ, അതിലൊരു കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുക ഒക്കെ വേറെ ലെവലാണ്. 29 സ്റ്റേറ്റിനെ വിലക്കി വാങ്ങുന്ന ഒരു സംഭവങ്ങളൊക്കെ, ഒരു 1 ലക്ഷം കോടി രൂപയുടെ ഒരു ഡീലിങ്സിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ വർക്കൗട്ട് കുറച്ച് രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ ലെവലാണ്. പടം മൊത്തത്തിൽ ഒരു ആവറേജ് പടം ശരിക്കും ഇതൊരു വേറെ ലെവലിൽ പോകേണ്ട സാധനമായിരുന്നു. പിന്നെ പിച്ചക്കാർ ബേസ്ഡ് പിച്ച തെണ്ടിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പടങ്ങളിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പടങ്ങൾ വന്നു. ലാസ്റ്റ് വന്ന ജയിലറിലെന്ന പടത്തിൽ വേറെ സീനുകളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കത് വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നി. അതൊരു ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പടത്തിൽ. പിന്നെ ഈ പല കാര്യങ്ങൾ പിച്ചക്കാർക്കൊന്നും അറിയില്ല. ഓരോരോ സാഹചര്യങ്ങളിൽ ആ ലെവലിലായി പോകുന്ന ആളുകളാണ്. അതിലേക്ക് ഒരു 4 പേരെ ലൈഫ് കാണിക്കുന്നുണ്ട്. ആ ലൈഫ് അവരങ്ങനെ ആവുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവരറിയാതെ പിച്ചക്കാരായി ചെറുപ്പത്തിൽ അവർക്ക് പൈസ എന്താണെന്നറിയില്ല, 500 രൂപ എന്താണെന്നറിയില്ല. അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാട്ടെ, കാരണം അവരൊന്നും കണ്ടിട്ടില്ല. അവർ അതിനെക്കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്ന ഭിക്ഷക്കാർക്കൊക്കെ നല്ല വീടും ഭക്ഷണം കൊടുക്കാൻ വേണം, അവർക്ക് അത് എത്ര പൈസ എന്ന് പറയാൻ അറിയില്ല. അങ്ങനെ കുറേ സീനുകളൊക്കെ ഉണ്ട്. ടോട്ടലി
എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് പടം ഫീൽ ചെയ്ത്. ശരിക്കും നല്ല രീതിയിൽ പടം ശരിക്കും ബോക്സ് ഓഫീസിൽ കത്തേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷേ ഈ പടത്തിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും പിന്നെ അനാവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കുത്തി നിറച്ചിട്ട് പിന്നെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കൾച്ചറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്സ് കൊണ്ടുവരുന്നത്, അത് വർക്കൗട്ട് ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇത് കുറച്ച് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് അവർ ചെയ്യാൻ ശ്രമിച്ചും കൂടി ഇതിന് ടൈം ലെങ്ത് ആണ് ഈ പടത്തിന് പാരയത്. 3 മണിക്കൂർ 2 മണിക്കൂറിലൊക്കെ തീർക്കുകയാണെങ്കിൽ ഗംഭീരമാക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ BGM കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ. അത് എടുത്ത് പറയണം, സൂപ്പർ BGM ആണ്. പാസം കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇൻ്റർവ്യൂ ഒരു നല്ല രസമായിട്ട് തോന്നി, ഞാൻ നല്ല രസമായിട്ട് കണ്ടിരുന്നു. പിന്നെ രാഗത്തിലെ കണ്ടന്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് ശേഷം പടം. പക്ഷെ എനിക്ക് അത്ര മോശം പടം എന്നൊന്നും എനിക്ക് പറയാനില്ല. ഇങ്ങനെ കണ്ട് തീർത്ത് ഒരു പടം, വലിയ ബഡ്ജറ്റിൽ വന്നിട്ട് വലിയൊരു ഹിറ്റ് ആവേണ്ട പടം ഒരു ആവറേജിൽ ഒതുങ്ങി എന്നൊരു ഒപ്പീനിയൻ എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ചിലപ്പോൾ നിങ്ങൾക്കുടെ എക്സ്പീരിയൻസ് ഇതൊന്നും ആവില്ല. പലർക്കും